IGDs ഒരു ഫേസ് വാഷിൻ്റെ റിവ്യൂ ആണ് ഇന്ന് കേട്ടോ. ഭയങ്കര വൈറലായിട്ടുള്ള എല്ലാം ഞാൻ വൈറൽ പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ആ വൈറാലിറ്റി മാറിക്കഴിയുമ്പോൾ മാത്രമേ ഞാൻ ഇതിൻ്റെ റിവ്യൂ അപ്ലോഡ് ചെയ്യത്തുള്ളൂ. ഗാർണിയറിൻ്റെ ഫേസ് വാഷാണിത്. ബ്രൈറ്റ് കംപ്ലീറ്റ് സീറം ക്ലെൻസറാണ്. ഇത് പുതിയ ഫോർമുലേഷൻ, പുതിയ ഫേസ് വാഷാണ് കേട്ടോ. ബ്രൈറ്റൻസ് ലൈക്ക് എ സീറം, വിസിബിളി ബ്രൈറ്റർ സ്കിന്നിന് വൺ വാഷ് എന്നാണ് പറയുന്നത്. ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആണ്. എത്ര ml ആണ്? 50 ഗ്രാം പ്രോഡക്റ്റിന് 129 റുപ്പീസ് ആയിരുന്നു. ഞാനിത് നൈക്കയെന്നാണ് തോന്നുന്നു വാങ്ങിച്ചത്. ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് ഞാൻ ഈ സൈഡിൽ കൊടുത്തിരിക്കാം. ഇങ്ങനെ ഫ്ലിപ്പ് ഓപ്പൺ ആക്കാൻ പറ്റുന്നൊരു ഫേസ് വാഷാണ്. അത് തീർന്നു ഇത്. ഇതാണ് ഇതിൻ്റെ ടെക്സ്ചർ. കുറച്ചുകൂടെ ലോഷൻ ലിക്വിഡ് കൈൻഡ് ഓഫ് ടെക്സ്ചറാണ്. അങ്ങനെ ഫോം ആവുന്നില്ല, പക്ഷെ നല്ലതായിട്ട് ക്ലെൻസ് ആവുന്നുണ്ട്. സ്കിൻ ഒട്ടും ഡ്രൈ ആക്കുന്നൊന്നുമില്ല. ചെറിയ ഒരു നമ്മുടെ ഗാർണിയറിൻ്റെ ക്രീമും സീറമത്തിനും ഒക്കെ ഒരു ചെറിയൊരു എന്താ പറയണ്ടേ, ഒരു ലെമൺ കൈൻഡ് ഓഫ് സസ്റ്റി ഒരു സ്മെല്ലില്ലേ, ആ ഒരു ചെറിയൊരു സ്മെല്ലുണ്ട്. ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ കുരുവോ അല്ലെങ്കിൽ ഇറിറ്റേഷനോ ഒന്നും വന്നിട്ടില്ല. അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് മറക്കരുത്. നിങ്ങൾക്ക് വളരെ എളുപ്പമുള്ള കാര്യമാണ്, എനിക്കിത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് ഒറ്റയ്ക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർലി മേക്കപ്പ് ഒന്നും ക്ലെൻസ് ആയി പോകത്തില്ല കേട്ടോ. അതൊന്നും വൈറ്റ് ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ ഒരു വൈറ്റ് കാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ഷെയ്ഡ് ഡിഫറൻസ് വരുന്നുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഷെയ്ഡ് ബ്രൈറ്റൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ലോങ് ലാസ്റ്റിംഗ് ആണോ? ആ വന്ന ഫെയർനെസ് ലോങ് ലാസ്റ്റിംഗ് ആണോ? അല്ല. കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ വീണ്ടും പഴയ ഷെയ്ഡിലേക്ക് തന്നെ മാറുകയാണ് ചെയ്യുന്നത്. എന്തായാലും എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു ഫേസ് വാഷ് വെച്ചിട്ടും അങ്ങ് ഭീകരമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും വരില്ല. ക്ലെൻസറാണ്, എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ക്ലെൻസറാണ്. ഒട്ടും ഡ്രൈയിങ് അല്ല. പക്ഷേ നിങ്ങൾ റെറ്റിനോളോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന, റെറ്റിനോൾ അല്ലെങ്കിൽ അങ്ങനത്തെ ആക്റ്റീവ്സ് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ വൈറ്റമിൻ സി ഉള്ള ഫേസ് വാഷ് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ ബേസിക് ആയിട്ടുള്ള സിമ്പിൾ അങ്ങനെയുള്ള നോർമൽ ഫേസ് വാഷസ് ഹിമാലയയുടെയോ അങ്ങനത്തെ ആക്റ്റീവ്സ് ഒന്നും ആഡ് ആവാത്ത ഫേസ് വാഷ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഫേസ് വാഷ് ട്രൈ ചെയ്തതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ നല്ലൊരു ബ്രൈറ്റനിങ് ഉള്ള ഒരു സിറമോ ആംപ്യൂളോ കൂടെ ട്രൈ ചെയ്യുന്നതായിരിക്കും എപ്പോഴും റിസൾട്ട്സ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. സോ എല്ലാ ഹൈപ്പായ പ്രോഡക്റ്റിൻ്റെയും പുറകെ പോയി വാങ്ങിച്ച് ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ആക്ച്വലി നിങ്ങൾക്ക് വർക്കാവുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പോലെ സ്കിന്നുള്ള അവർക്ക് വർക്കാവുന്ന കുറച്ച് പ്രോഡക്ട്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ആ റിസൾട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. അല്ലാതെ പറയാണ് കുറേ ഇൻഫ്ലുവൻസേഴ്സ് എടുത്താൽ വളരെ കുറച്ച് പേരെ കാണത്തുള്ളൂ ഒരു പ്രോഡക്റ്റിന് ഡെഡിക്കേറ്റഡ് ടൈം കൊടുത്ത് അതിൻ്റെ റിസൾട്ട്സ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നവർ. നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക, ആർക്കെങ്കിലുമൊക്കെ യൂസ് ആവട്ടെ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.